ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു നല്ല നാടൻ മോരുകറി വെക്കാം. അതിനു വേണ്ടി നമുക്ക് മോരുകറിക്ക് അരയ്ക്കാനുള്ള അരപ്പ് റെഡിയാക്കാം. ഒരു മുറി തേങ്ങ, ഒരര സ്പൂൺ നല്ല ജീരകം, ചെറിയ സ്പൂണിന് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 അല്ലി ചുമന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇതൊക്കെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് വറുത്തിട്ട് താളിക്കാനുള്ള സാധനങ്ങളാണ്. ഞാൻ ഈ സാധനങ്ങൾക്ക് റെഡിയാക്കി കുറേ സമയം കാത്തിരുന്നു, പക്ഷേ കറണ്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ അരകല്ലൊക്കെ ഒന്ന് തയ്ച്ച് കഴുകിയെടുത്ത് അരച്ചതാണേ. എനിക്ക് ശരിക്കും നന്നായിട്ട് അരയ്ക്കാൻ അറിയത്തില്ല, എങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് അരച്ചെടുത്തു. മോരുകറിക്കല്ലേ, അപ്പോൾ തരിയൊന്നും കൂടാണ്ട് അരച്ചെടുക്കണ്ടേ. പണ്ട് അമ്മയൊക്കെ അരച്ചുണ്ടാക്കി തരുന്ന കറിക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഈ ബീഫൊക്കെ കൊണ്ടുവന്നാൽ മല്ലിയും മുളകൊക്കെ വറുത്ത് പൊടിച്ചിട്ടൊക്കെ അരച്ച് തന്നുകൊണ്ടിരുന്നത് ഇതുവരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു. ഇപ്പോൾ അരച്ചപ്പോൾ എനിക്ക് വിഷമമൊക്കെ തോന്നി. ഞാൻ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ അധികമൊന്നും അരച്ചിട്ടില്ല. വീട്ടിലരയ്ക്കുമ്പോൾ അമ്മയുണ്ട്, ഇവിടെ വന്നപ്പോൾ മമ്മി എല്ലാം അരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു തരും കേട്ടോ. അതെന്തായാലും ഞാൻ ലക്കിയാണ്. എന്തായാലും നമ്മുടെ അരപ്പ് എന്തായാലും റെഡി ആയിട്ടുണ്ട്. നമുക്കത് അരച്ച് കോരിയെടുക്കാം. ഇനി ഈ അരപ്പ് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടും തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടല്ല, അരപ്പ് തിളച്ച് പോകരുത്, നന്നായി ചൂടാകണം, ആവിയൊക്കെ പൊന്തണം. അപ്പോഴേക്കും നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന കട്ടിമോര്, മെൽമയുടെ കട്ടിമോരാണ് ഇത്. നല്ല മോരാകട്ടോ, തൈരല്ല. അതിനകത്ത് എന്താ പറയണ്ടത്, നമ്മൾ മിക്സ് ചെയ്ത് ഇനിയിപ്പം മിക്സിക്കകത്ത് അടിച്ച് ലൂസാക്കുകയൊന്നും വേണ്ട. കറക്റ്റ് കൊഴുപ്പും ഒക്കെ ഉള്ള ഒരു നല്ല മോരാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ടേസ്റ്റുള്ളൊരു മോരാണ്. അത്യാവശ്യം പുളിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. മോരുകറിയൊക്കെ നമ്മൾ തീയെ വെച്ച് കഴിഞ്ഞാലേ അതിന് വേണ്ടി അതിൻ്റെ പുറകെ നിൽക്കണം കേട്ടോ. അത് വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി ഒന്നും വെച്ചിട്ട് പോകരുത്. ഇടയ്ക്കെല്ലാം നന്നായിട്ട് ഇളക്കി കറക്റ്റിന് ചൂടിന് തിളച്ച് പോകാതെ. മോരൊന്നും തിളച്ചാൽ പിന്നെ കൊള്ളുകല, വെള്ളം വിട്ടുപോകും, അതിന് ടേസ്റ്റില്ല. അതൊക്കെ വിഷമാകുമെന്നാണ് പറയുന്നത്, എനിക്കറിയില്ലെങ്കിലും. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പുകല്ലും കൂടി ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മൾ ഈ അരപ്പരയ്ക്കുമ്പോൾ നന്നായിട്ട് എരിവൊക്കെ വേണ്ടവർക്ക് കാന്താരി മുളകോ ഉണക്ക കാന്താരിയൊക്കെ ചേർക്കാം. നമുക്കധികം എരിവ് വേണ്ട. പിന്നെ പച്ചമുളക് നന്നായിട്ട് വറുത്തിടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അധികം എരിവ് ചേർക്കാത്തത്. വേണ്ടുന്നവർക്ക് എരിവ് ചേർക്കാം. ഇനി 2-3 കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലിങ്ങനെ ചൂടാക്കി എടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് തിളച്ച് പൊന്താത്ത പോലെ ഒരു നല്ല കൊഴുപ്പുള്ളൊരു മോരുകറി നമുക്ക് റെഡി ആയിട്ടുണ്ടാവും. ഈ മോരുകറി ഇനി നമുക്കെടുത്ത് മാറ്റി വെച്ചിട്ട് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഇപ്പം തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഉറഞ്ഞിരിക്കുന്നത്. അത് എണ്ണ നന്നായി ചൂടായി വരുമ്പം നമുക്കൊരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. മോരുകറിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഉലുവയുടെ അല്ലെങ്കിൽ എല്ലാം കറി റെഡിയായി കഴിയുമ്പോൾ ഉലുവ പൊടിച്ചത് ചേർത്താലും മതി. പക്ഷേ ഞാനെപ്പോഴും ഇങ്ങനെ ചേർക്കാറ്. ഈ ഉലുവ ഇതിനകത്ത് കറിക്കകത്ത് കടന്നു കഴിയുമ്പോൾ ലാസ്റ്റ് ആകുമ്പം മോരുകറി തീരാറാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് കയ്പൊന്നും നമുക്ക് തിരിയല. ഉലുവ പൊട്ടിക്കഴിയുമ്പം ഒരു 1/2 സ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും താളിച്ച് കഴിയുമ്പം മോരുകറിക്ക് വേറൊരു സ്റ്റൈലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു സവോളയുണ്ട്, ചെറിയ സവോളയായിരുന്നു. നമ്മൾ വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടല്ലല്ലോ മോരുകറി വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് കൂടുതൽ സവോളയൊക്കെ ഇടുന്നത്. അന്നേരം ഈ സവോളയും പിന്നെ പച്ചമുളകും ഒക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴറ്റി അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ഈ മോരുകറിക്കകത്ത് കിടന്ന് നല്ല പുളി പിടിക്കും. നല്ല രുചിയാണ് ഇത് കഴിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ ഈ മുളകൊക്കെ നാളെയൊക്കെ ആകുമ്പോഴത്തേനും മോരുകറിക്കകത്ത് ഇന്ന് പിടിക്കുമ്പോൾ മുളകിനൊക്കെ നല്ല പുളി ഉണ്ടാവും. ചെറിയ എരിവും 2-3 കരിയാപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഞാൻ ചേർക്കുന്ന കറികൾക്കൊക്കെ കരിയാപ്പിലയ്ക്ക് കണക്കൊന്നുമില്ല, ഇഷ്ടംപോലെ ഉള്ള പോലെ ചേർക്കും. എത്ര ചേർത്താലും രുചിയാണ് കേട്ടോ. നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ റെഡിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം. നമ്മുടെ മോരുകറിക്ക് ശരിക്കും ഒരു കളർ വന്നിട്ടില്ലല്ലോ. നമുക്കതിന് കളറിൻ്റെ ഒരു സീക്രട്ട് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാവേ. ഇത് മുഴുവൻ നമുക്കതിനകത്ത് തട്ടിയിടാം. കുറച്ച് എണ്ണ മിച്ചം വെക്കാവേ. അതിനകത്തേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ താഴെ മുളക് പൊടി, കാശ്മീരി കേട്ടോ കളറുള്ളത് എടുത്തേക്കുന്നത്. ആ മുളക് പൊടി അതിനകത്തിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ ഈ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് മോരും കൂടി എടുത്ത് അതിനകത്ത് എല്ലാം റെഡിയാക്കിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ആണ് നമ്മുടെ ഈ മോരുകറിക്ക് തനതായ ഒരു കളറ്. ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വെറും മഞ്ഞ മോരുകറിയായിരുന്നു, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ അമ്മായി പറഞ്ഞു തന്നതാണ് ഇങ്ങനെയാണ് മോരുകറി വെക്കുമ്പോൾ നമ്മുടെ മോരുകറിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കളറ് കിട്ടുമെന്ന്. പക്ഷേ അത് കളറ് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ നമ്മൾ താളിച്ചൊഴിച്ച് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്.
അറിയില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എന്നോട് പറയണേ. ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു.